ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അങ്ങനത്തെ സംഭവം എടുത്തിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കാസർഗോഡ് വീട്ടിലാണ് ഉള്ളത്. ഞാൻ ചൊവ്വാഴ്ച വെളുപ്പിനെ എത്തിയതാണ്. പിന്നെ ബുധനാഴ്ച ആയപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് വന്നതുകൊണ്ട് ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് പകലാകുമ്പോൾ ഇവിടെ കിടന്ന് ഉറക്കം വരും, രാത്രിയാകുമ്പോൾ എനിക്കിവിടെ ഉറക്കം വരത്തില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളത് ശരിയായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പല്ലൊക്കെ തേച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റതാണ്. ഇവിടെ പിന്നെ ആരും എണീക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് കിടന്നു. ഈ ഒരു 6 മണി സമയത്തൊന്നും ഞാൻ എണീക്കാറേ ഇല്ല. ഇതിപ്പോൾ അവിടെ നിന്ന് വന്നത് കൊണ്ട് നല്ല ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ സമയത്ത് എണീക്കുന്ന കാരണം എനിക്ക് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഉറക്കവും നല്ല ക്ഷീണവും വരും. ആ സമയത്ത് കാനഡയിൽ രാത്രിയാണല്ലോ. ടൈം സോൺ മാത്രമല്ല, ക്ലൈമറ്റും നല്ല വ്യത്യാസമുണ്ട്. അവിടെ -18 -20 ഡിഗ്രി ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ചൂടിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. കുറച്ച് ദിവസം എടുക്കും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മൾ തിരിച്ചു പോകാനും ആകും. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ വളരെ മിനിമലാണ്. മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു ടോണറും കൂടെ അപ്ലൈ ചെയ്യും, പക്ഷെ അത് ഞാൻ എടുക്കാൻ മറന്നു. പിന്നെ ഈ ഒരു ലിപ് ബാം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ മേടിച്ചതാണ്. ഈ ലിപ് ബാമിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻറ്റാണ്, പക്ഷേ എന്നാലും സാധനം കൊള്ളാം. ഇനി നമുക്ക് കുറച്ച് നേരം പോയിട്ട് പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. കഴിഞ്ഞൊരു 4 മാസമായിട്ട് ഫുള്ള് മഞ്ഞ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കാണുന്നുണ്ടോ ഗൈസ്? ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷേ രാവിലത്തെ മോർണിംഗ് കിസ്, സൺ കിസ്സാണിത്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ പോയിട്ട് ചായ കുടിക്കാം. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ചായ അല്ലെങ്കിൽ കോഫി അതെനിക്ക് നിർബന്ധമാണ്. ആ ഒരു റൂട്ടീൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ എന്ന്. അന്നത്തെ ദിവസം മൊത്തം എനിക്ക് തലവേദനയായിരിക്കും. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കാകുമ്പോൾ നല്ല ദോശ ചുടുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കാറ്. ഞാൻ യൂഷ്വലി ഒരു 11 മണി 12 ആകുമ്പോഴാണ് കഴിക്കാറ്. ഞാൻ വന്നപ്പോൾ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു നന്നായിട്ട് ഉറങ്ങിയോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാൻ 3 മണിക്ക് എണീറ്റതാ, നിങ്ങൾ എണീക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ. ഞാൻ യൂഷ്വലി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. എൻ്റെ ഒരു നല്ല മോർണിംഗ് എന്ന് പറയുവാണെങ്കിൽ ഒരു ചായയോ കാപ്പിയോ എടുത്തിട്ട് അത് ആസ്വദിച്ച് പതുക്കെ കുടിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അതും ആൽഫ ഇല്ലാതെ. കല്യാണം കഴിഞ്ഞ് ആകെ 1-1.5 ദിവസം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് തിരിച്ചു പോകാനായി. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഏതാ ബ്ലൂ? അതെന്താ മാറ്റിട്ടിരിക്കുന്നേ? അയ്യോ, എനിക്ക് പേടിയാ. അയ്യോ, അതെന്താ മാറ്റിയിട്ടെ? ഇത് റംബുട്ടാന്, ഇത് റെഡ് കളറ്. ഇതിൻ്റെ മഞ്ഞയുണ്ട്. മഞ്ഞ ഇവിടെ ഇല്ല. മഞ്ഞ ഇപ്പം നട്ടിട്ടുണ്ട് അവിടെ. ഇത് ഒരു 5 മാസമൊക്കെ വേണം. ഇത് മൂത്ത് അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 5 മാസമൊക്കെ ആയി. ഇതിപ്പോൾ ഒരു 1-1.5-2 മാസം ആയതാ. ഇതൊന്നും ആയിട്ടില്ല ഇതിൽ. എത്ര റംബൂട്ടാനുണ്ട് നമുക്കൊരു 7-8-9 റംബുട്ടാനൊക്കെ ഉണ്ട്. പിന്നെ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലഷാ, നല്ല മാംസമുള്ള സാധനം. ഇത് നല്ല രസം. ഇത് നല്ല ജെല്ലിയാ. പോകുമ്പോഴത്തേക്കൊന്നും. ഇത് ബറാബ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണത്. ഇവിടുത്തെ ഇന്ത്യൻ ഫ്രൂട്ടൊന്നും എല്ലായിരിക്കും, നമുക്കറിയത്തില്ല. ഇത് നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ. പക്ഷേ ഇത് ഇത്രേ ആവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പുളിയും നല്ല മധുരവും നല്ല പുളി, വലിയൊരു കായ ഇതിൻ്റെ ഉള്ളിൽ. പച്ച അത് ചെറുതുണ്ടായി വരുന്നത് എപ്പോഴും ഉണ്ട്. ഇത് ഒരു 365 ദിവസവും ഇതിങ്ങനെ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ഇങ്ങനെ ചെറുനാരങ്ങ കിടക്കുന്ന പോലെ ഫുള്ളിങ്ങനെ കിടക്കും. ആദ്യം ഒരു മഞ്ഞ കളറ്, പിന്നെ ഇപ്പോൾ കണ്ട ഓറഞ്ച് കളറിലല്ലേ, അതേപോലെ വരും.
അത് നമ്മുടെ പേരയ്ക്ക. പേരയ്ക്ക പല സൈസിലുള്ളതുണ്ട്. ഉരുണ്ട സൈസ്, ഇത് ഇച്ചിരി നീണ്ട സൈസ്. ഓ, ഇഷ്ടം പോലെ ഉണ്ട്. തിന്നാൻ ആളില്ലാത്തൊരു കുഴപ്പം. പിന്നെ ദേ മാങ്കോസ്റ്റ്, അത് കായ്ച്ചില്ല നമുക്ക്. അതിൻ്റെ മേൽവശത്ത് മണ്ട ഒടിഞ്ഞു പോയി, തെങ്ങിൻ്റെ ഓല വീണിട്ടേ. അപ്പം അതിന് കായ്ക്കാൻ ഇച്ചിരി കായ്ക്കുന്ന സമയമാണോ? അതറിയില്ല, എത്രയോ വർഷം വേണം എന്നാ പറയുന്നത്. നഴ്സറിയിൽ നിന്ന് മേടിച്ചു. ആ ബേളില്ലേ വലിയ പറഞ്ഞു. അയ്യോ, നല്ല ഇഷ്ടംപോലെ പേരൊക്കെയുണ്ട്. അവക്കൊലയിലല്ലേ? അത് നമ്മളിപ്പോൾ കണ്ട ജസ്റ്റ് മുറ്റത്ത് തന്നെയുള്ള പേരയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടല്ലേ? അവിടെയൊക്കെ കഴിക്കുന്നുണ്ട് പച്ചയായിട്ട്. ഞാൻ കഴിക്കാം. ഞാൻ താഴേന്ന് കുറച്ച് ഇട്ട് തരാതെ. മതിൽ ചാട്ടമാണ്. ആ പേരയ്ക്കൻ്റെ അവിടെയാ തോട്ടി? എന്നാ ആദ്യത്തെ പറിച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ അതിലെ പറിച്ചാൽ മതിയോ? അല്ല, ഒന്നുമില്ല. അല്ല, തോട്ടി എടുക്കാൻ വേണ്ടി പോകണ്ടെന്ന് വെച്ചിട്ട് കുറേ വീണ് കിടപ്പുണ്ടല്ലോ. മുകളിലത്തെ പറിക്കാനാ? അയ്യോ, കുറേ വീണല്ലോ. നല്ല പേരക്ക. നല്ല വെള്ള കളറാണ്. അവിടെയൊക്കെ കിടപ്പുണ്ട്. എവിടെയൊക്കെ വീണു. മധുരമുണ്ടോ? പഴുത്തോ? ഇത്രയും പേരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി അമ്മേൻ്റെ കയ്യിലുണ്ട്. കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്. നല്ല ഓവർ മധുരമൊന്നുമില്ല. ഓവറില്ല, അത് വെള്ളം നനയ്ക്കുന്നുണ്ട്, വെള്ളം ഉള്ളതുകൊണ്ട്. ഇത് ഇച്ചിരി മാറിയിട്ടാണ് ഞാൻ കുലുക്കാം. പറഞ്ഞ ഈ പേരൊക്കെ പറിക്കാം. പറിച്ച എന്നാ വലിപ്പ? നല്ല മുഴുത്ത പേരയ്ക്ക. വേണ്ട, ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പേരയ്ക്ക. അതിനാണ് ഈ മുഴുത്ത സാധനം കിട്ടിയത്. ഇവിടെ മയിൽ വരുന്നാ പറയുന്നത്. എപ്പോഴും വരുമോ? എപ്പോഴും വരും, ഇഷ്ടം പോലെ. ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മയിൽ. ഇപ്പോൾ ഒരു ഒച്ച കേട്ടു, അപ്പം മുകളിലേക്ക് കയറിയതാ. പക്ഷെ മയിലിനെ കാണാനില്ല. ആളെ കാണുന്നില്ല. ഇവർ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മയിൽ വരുമെന്ന്. പക്ഷെ ഞാൻ വന്നേ പിന്നെ ഇവിടെ മയിൽ വന്നിട്ടില്ല. എപ്പോഴും ഉണ്ട്. ഞാനൊരു കണ്ടായിരുന്നു CCTV-യിൽ. ഒച്ച കേട്ടെ, അപ്പം ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നതാണ്. പക്ഷെ കാണാനില്ല. ഞാൻ വന്നത് അറിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചക്ക. മൂത്ത് വരുന്നേ ഉള്ളൂ അല്ലേ? അമ്മ മുകളിലേക്ക് പോവാ. ഇതാണ് അമ്മയുടെ ആലോവേറ കളക്ഷൻ. ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനെന്നാ പറയുന്നേ? അല്ല, ഇത് അധികം വലുതാവില്ലല്ലോ. രണ്ടാം പട്ട. ഞാൻ ഇന്നലെ ഇവിടുത്തെ കരിക്ക് കുടിച്ചായിരുന്നു. വൈകുന്നേരം പറിക്കുവാണോ? തിരിച്ചങ്ങ് പറിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓ മൈ ഗോഡ്, നല്ലതായിരുന്നു കേട്ടോ. നല്ല വെള്ളമായിരുന്നു. എൻ്റെ ഉള്ളിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നു.
അടിപൊളിയായിരുന്നു. ഈ തേങ്ങ കൊള്ളുവോ? തേങ്ങ നമുക്ക് എണ്ണ കുറവാണ് ഇതിന്, അരയ്ക്കാനൊന്നും അത്ര. പിന്നെ അപ്പത്തിനൊക്കെ നല്ലത്. മയില് വന്നു, ശരിക്കും കാണുന്നില്ല. ഇതാ ഇപ്പൊ കണ്ടോ, ഞാൻ അതിന് അടുത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. താഴോട്ട് ഇറങ്ങുവാന്ന് തോന്നുന്നു. എവിടെ പോയി? അതാ അവിടെ. പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഇതാ ബ്ലൂ. കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നു, നന്നായിട്ട് കാണാമായിരുന്നു. അങ്ങനെ നമ്മുടെ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സമയമായി. അപ്പം അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി തരുമായിരുന്നു. ദോശയും ചമ്മന്തിയും, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ടാറ്റ ബൈ ബൈ പറയാം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഒന്ന് പുറത്ത് പോയി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് പോയി വന്നപ്പോഴത്തേനും മാഗി നൂഡിൽസ് നാട്ടിൽ വന്നിട്ട് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് വന്നു. പട്ടിക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ തുറന്നു വിട്ടു. എനിക്ക് ശരിക്കും പട്ടിക്കുട്ടികളെ പേടിയാണ്. പക്ഷേ ആരെങ്കിലും ഇതുപോലെ അവരെ കളിപ്പിക്കുന്ന കാണാനോ അവരിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു അകലത്തിൽ നിന്ന് ഇവരെ എൻജോയ് ചെയ്യും. അടുത്ത് വരാനോ അവരെ തൊടാനോ ഒക്കെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് അവരെ കാണുമായിരുന്നു. നല്ല രസമില്ല അമ്മയായിട്ട് ഇങ്ങനെ കളിക്കുന്ന കാണാനായിട്ട്. അവരെ കയറ്റുമ്പോൾ ഞാൻ പുറത്തിറങ്ങും, അവരെ ഇറക്കുമ്പോൾ ഞാൻ അകത്തിരിക്കും. അങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പിന്നെ ഒരു 2-2:30 ആയപ്പോഴത്തേനും നമ്മൾ ചോറുണ്ടു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയൊന്നും കാര്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്തായാലും ചെറുതായിട്ട്. ഇപ്പോൾ എണീറ്റപ്പോൾ 5 മണി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇവിടെ. പക്ഷെ നല്ല കാറ്റ്, ഭയങ്കര ചൂടായിരുന്നു. എനിക്ക് അവിടുന്ന് വന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നന്നായിട്ടൊരു കാറ്റൊക്കെ വീശി ഒരു കാലാവസ്ഥ വന്നത്. മൂടലുണ്ട്, മഴ പെയ്യുന്ന പോലെയാണ്, ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു കാപ്പി കുടിക്കാം. കാപ്പിയോ ചായയോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുക, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല കാറ്റൊക്കെ വീശുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലായിരുന്നു. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും മുകളിൽ അവിടെ കാണുന്നത് ഒരു കൂട്ടം പീക്കോക്കിനെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടതാണ്. ഇഷ്ടം പോലെ പീക്കോക്ക് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് അധികം നേരം അവിടെ നേച്ചറൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് നിന്നു. ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി, കാപ്പി മാറ്റിയിട്ട് കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കാപ്പി എപ്പോഴും കുടിക്കുന്നതല്ലേ, എന്നൊരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ എനിക്കൊരു കരിക്ക് വെട്ടി തന്നു. നമ്മൾ മുകളിൽ നേരത്തെ പറിച്ച കരിക്കില്ലേ, ആ സെയിം കരിക്ക് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു കരിക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഇഷ്ടം പോലെ കുടിക്കണം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിട്ടാണ് വന്നത്. എന്തായാലും ഞാൻ ബെസ്റ്റ് സമയത്താണ് വന്നത്. ചക്കയും മാങ്ങയും കരിക്കും എല്ലാം ഉള്ളൊരു സമയത്താണ് ഞാൻ വന്നത്. റംബൂട്ടാൻ മാത്രം കഴിച്ചിട്ടില്ല, ബാക്കിയെല്ലാം ദൈവം സഹായിച്ച് നമുക്ക് കഴിക്കാൻ പറ്റി. വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അരിപ്പൊടി നമ്മളിങ്ങനെ കുഴച്ച് വെക്കുവാണ്. നിങ്ങളുടെ നാട്ടിൽ കൊഴുക്കട്ടയ്ക്ക് എന്താണ് പറയുക? ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മഴ നനയണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല അടിപൊളി എന്താ പറയുക, ഇടി വെട്ടി മഴ പെയ്യാന്ന് പറയില്ല, നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടനെ വന്നതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് പനി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ സമ്മതിച്ചില്ല. അതോടെ ഞാൻ നനഞ്ഞില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും അമ്മയും ഓരോന്ന് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അമ്മ കണ്ടില്ല. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുവാണ്, ഓൺ ആക്കിയോ, വീഡിയോ ആണോ അതോ ഓഡിയോ ആണോ എന്നൊക്കെ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെങ്കിലും അങ്ങനെ വളരെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. വളരെ നോർമലായിട്ടൊരു കാഷ്വലായിട്ടുള്ളൊരു ഡേ ആണ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ വല്ല ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം കാണാൻ വേണ്ടി പോവുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ നോർമൽ ഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ആവി മാറുന്ന കൊഴുക്കട്ട. കാപ്പിയും ഇവിടെ റെഡിയാണ്.
ഇവിടെ കറണ്ടില്ല, നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന്. സന്ധ്യ ആയിട്ടുണ്ട്, ഇരുട്ടായി. പിന്നെ ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.